സങ്കീർത്തനങ്ങൾ 144 5 വാക്യം. യഹോവേ, ആകാശം ചായിച്ച് ഇറങ്ങി വരേണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടേണമേ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ പുകയും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, കർത്താവിൻ്റെ കൈ രക്ഷിക്കുന്ന കൈയാണ്, അപ്പോൾ തന്നെ വിടുവിക്കുന്ന കൈയാണ്, അപ്പോൾ തന്നെ ഉയർത്തുന്ന കൈയാണ്. കർത്താവ് കരം നീട്ടി തൊട്ടാൽ അത് സൗഖ്യത്തിന് കാരണമാണ്. കർത്താവിനെ ഒന്ന് തൊടാനും കർത്താവ് എന്നെ ഒന്ന് തൊടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഏറിയ പങ്കാൾക്കാരും. കർത്താവിൻ്റെ സന്ദർശനം ഒരുവനിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ആശ്രയിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും അവരുടെ ഏത് പ്രശ്നങ്ങളെയും ഇന്നും ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം സന്നദ്ധനാണ്. ആരെയാണ് ദൈവം കരം നീട്ടി തൊടുന്നത്? ആരുടെ വിഷയങ്ങളെയാണ് കർത്താവിൻ്റെ കരം തൊടുന്നത്? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയും അവരുടെ വിഷയങ്ങളെയുമാണ് കർത്താവ് കരം നീട്ടി തൊടുന്നത്. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, യഹോവേ, ആകാശം ചായിച്ചിറങ്ങി വരേണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടേണമേ എന്നാണ്. തൻ്റെ സൃഷ്ടികളെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തൻ്റെ കരത്താൽ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയും. ആകാശം ചമച്ചവന് ആകാശം ചായിച്ചിറങ്ങി വരുവാനും കഴിയും എന്ന് വിശ്വസിക്കണം. മനുഷ്യർ കാണത്തക്കവണ്ണം അത്ഭുതകരമായി ഇറങ്ങി വരേണമേ എന്ന് ഭക്തൻ അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം പല സന്ദർഭങ്ങളിലും ചെയ്തിട്ടുമുണ്ട്. സ്വർഗത്തിൽ സകല മഹത്വത്തോടും ഇരുന്നിരുന്നവൻ, വചനമായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ജഡത്തിൽ വെളിപ്പെട്ടു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടേണമേ എന്ന ഭക്തന്റെ പ്രാർത്ഥന നിശ്ചയമായും ദൈവം കേൾക്കാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ, നിന്റെ കരം നീട്ടി ഒന്ന് തൊടാൻ, നിന്റെ കരം നീട്ടിയൊന്ന് തൊട്ടാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതം പുകഞ്ഞു പോകുവാനിടയാകും. അതാണ് ഭക്തന്റെ വിശ്വാസം. സീനായിൽ അങ്ങനെ സംഭവിച്ചു. സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഭാരം താങ്ങുവാൻ ഒരു പർവ്വതത്തിനും ശേഷിയില്ല. ജീവനുള്ള ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകയാൽ ആ മഹാദൈവത്തിൻ്റെ സ്പർശനം പർവ്വതങ്ങളെ പുകയ്ക്കുകയും കരിക്കുകയും ചാരമാക്കുകയും ചെയ്യുവാനിടയാകും. ഇന്ന് വിശ്വാസികളിൽ അനേകരും തങ്ങളുടെ മുൻപിലുള്ള പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ മുൻപിൽ ഭാരപ്പെട്ടു നിൽക്കുകയാണ്. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. ഭക്തനെതിരെ നിൽക്കുന്ന ഒരു പർവ്വതത്തിനും എന്നേക്കും അവന്റെ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുവാൻ കഴിയുകയില്ല. സങ്കീർത്തനം 104 വായിക്കുന്നു, അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു, അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. പ്രശ്നങ്ങളാകുന്ന പ്രതികൂലങ്ങളാകുന്ന പർവ്വതങ്ങളെ, കടഭാരമെന്ന പർവ്വതത്തെ, മാറാരോഗമെന്ന പർവ്വതത്തെ, പാരമ്പര്യ രോഗ അവകാശങ്ങളെന്ന പർവ്വതങ്ങളെ, വിശുദ്ധന്മാരുടെ, നീതിമാന്മാരുടെ, വിശ്വസിക്കുന്നവരുടെ, ഭക്തന്മാരുടെ മുൻപിൽ നിരന്തരം ഭീഷണി ഉയർത്തി നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല. പ്രിയരെ, നിങ്ങളുടെ മുൻപിലുള്ള പർവ്വതം ഒന്ന് പുകയുവാൻ തക്കവണ്ണം, തുടർന്ന് അത് കരിഞ്ഞു പോകുവാൻ തക്കവണ്ണം, അത് ചാമ്പലാകുവാൻ തക്കവണ്ണമുള്ള ശക്തിയെ അതിനുള്ളൂ എന്നറിയുക. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ എൻ്റെ മുൻപിൽ അവിടെ തന്നെ നിൽക്കണമോ വേണ്ടയോ എന്ന് ഓരോ വിശ്വാസിക്കും തീരുമാനിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ കരത്തിൻ്റെ വിരൽ ഒന്ന് ആ പർവ്വതത്തെ സ്പർശിച്ചാൽ ആ പർവ്വതം പുകയും, ആ പർവ്വതം കരിയും, ആ പർവ്വതം പൊടിയും. ആരുടെ പ്രശ്നങ്ങളെയാണ് പ്രിയരെ കർത്താവ് തൊടുന്നത്? എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം, അതാരും അറിയണ്ട, ആരും അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിന് അതിൽ എന്തു ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നവരുടെ
പർവ്വതം എക്കാലവും അവിടെ തന്നെ ഭീഷണി മുഴക്കി നിലനിൽക്കും. എന്നാൽ എൻ്റെ പർവ്വത സമാനമായ പ്രശ്നത്തെ ദൈവം ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ദൈവം അതിനെ തൊടുവാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിടുതൽ പ്രിയരെ നിശ്ചയമാണ്. ഒരു പർവ്വതം നിനക്കെതിരെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ സമ്മതിക്കുകയും അതെനിക്ക് ഒരു ഭീഷണിയാണ്, അതെൻ്റെ ആത്മീയമായ ജീവിതത്തെ, ഭൗതികമായ ജീവിതത്തെ, എൻ്റെ നന്മകളെ ഒക്കെ, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ഭൗതിക നന്മകൾക്ക്, സുഗമമായ വിശ്വാസ ആരാധനകൾക്ക്, എൻ്റെ യാത്രകൾക്കൊക്കെ തടസ്സമാണെന്നും അതിൻ്റെ തടസ്സവാദങ്ങൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് പ്രിയരെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നിങ്ങളെ തന്നെയും സമർപ്പിക്കുക. ഏത് പ്രശ്ന പർവ്വതങ്ങളുടെ പുറകിലും ഒരു സാത്താന്യ കരമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഒരു വിശ്വാസിക്കെതിരെ പ്രവർത്തിക്കുവാൻ പിശാച് എപ്പോഴും വിശ്വാസിക്ക് ഒരിക്കലും തങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയാത്ത വ്യക്തികളെ തന്നെ തൻ്റെ ഇംഗിതത്തിനായി കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. അത് വഞ്ചനയുടെ ആത്മാവാണ്. എന്നാൽ ദൈവിക നടത്തിപ്പിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിപ്പിക്കപ്പെടും. പർവ്വതങ്ങൾ പുകയും. പ്രിയരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ ഇടയാകും എന്നത് ദൈവവചനം നമുക്ക് നൽകി തരുന്ന ഉറപ്പാണ്. കൂടപ്പുറപ്പുകളെ, വിളിക്കപ്പെട്ട ദൈവമക്കളുടെ സ്വസ്ഥതയെയും സമാധാനത്തെയും കെടുത്തിക്കളയുവാൻ സാത്താൻ കിണഞ്ഞ് ശ്രമിക്കുന്നവനാണ്. അവൻ വ്യത്യസ്ത നിലയിലുള്ള പർവ്വത സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ദൈവിക ആശ്രയമുള്ള ഒരു ദൈവപൈതൽ അത് തിരിച്ചറിഞ്ഞ ഉടൻ ദൈവകരത്തിൻ്റെ സ്പർശനം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ അത് ഏൽപ്പിക്കുന്നു. ദൈവമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ, താമസിക്കരുതേ, എന്നെ വിടുവിക്കണമേ എന്ന് സമർപ്പിക്കുകയും നിലവിളിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്യുവാൻ സമർപ്പിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഞങ്ങൾക്ക് ദാനം തന്ന വൻകൃപകൾക്കായി സ്തോത്രം. ഈ പകൽ സമയം കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ കേൾക്കപ്പെട്ട തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവെ, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ കരസ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. പർവ്വതസമാനമാകുന്ന പ്രശ്നങ്ങളെ, പുകയുന്ന പ്രശ്നങ്ങളെ കർത്താവെ കണ്ട് ഭയപ്പെട്ട് ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല, ദൈവത്തിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് മാറി നിൽക്കുവാൻ ഇടയാകാതെ ദൈവത്തിനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ദൈവം വലിയവനാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ സമർപ്പണത്തിന് അവൻ കരം നീട്ടും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെല്ലാവരെയും ഇന്ന് പകലിലും സഹായിക്കണമേ കർത്താവേ. ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.